ക്യാരറ്റും പാലും വീട്ടിലുള്ള സമയത്ത് വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ലൊരു പായസത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, എന്തായാലും ഇഷ്ടമാവും. പിന്നെ ആദ്യമായിട്ട് ഈ ചാനൽ വന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണേ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ക്യാരറ്റ് ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ 1 കപ്പ് ക്യാരറ്റ് ഉണ്ട്, ചെറുതായിട്ട് കട്ട് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ അത് ഞാൻ കുക്കറിൽ ചേർത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ 1/4 കപ്പ് നിറച്ചും അണ്ടിപ്പരിപ്പ് എടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ആയിരിക്കും അങ്ങനെ എടുക്കുന്ന സമയത്ത്, കൂടുതൽ എടുത്താലും കുഴപ്പമില്ല. പിന്നെ നമ്മൾ 1/2 കപ്പ് പാല് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ 3/4 കപ്പ് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കുക. നമുക്കിത് നന്നായിട്ട് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്, അടിയിലൊന്നും പിടിക്കരുത്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് ഒരു 3-4 വിസിലിന് വേവിച്ചെടുക്കുക. കാരണം നല്ല സോഫ്റ്റായിട്ട് കിട്ടണം ക്യാരറ്റ്, എന്നാലേ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ ചെയ്ത് വരുന്ന സമയത്ത്. അപ്പോൾ ഇപ്പോൾ ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ട്, വിസിലൊക്കെ വന്ന് പ്രഷറൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതേ തുറന്ന് നോക്കാം. ക്യാരറ്റൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ടോ എന്ന് അറിയാനായിട്ട് ഇതുപോലെ ഒന്ന് എടുത്തിട്ട് ഒന്ന് പ്രസ് ചെയ്ത് നോക്കിയാൽ മതി. നല്ല സോഫ്റ്റായിട്ട് ഉണ്ടാവണം, ഇല്ലെങ്കിൽ ആ ക്യാരറ്റിൻ്റെ പച്ച ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഇനി നമുക്കിത് ചൂടാറാൻ വേണ്ടി മാറ്റി വയ്ക്കാം. അതിനുശേഷം നമ്മൾ ഇതിനകത്ത് നിന്ന് ക്യാരറ്റും അതുപോലെ തന്നെ അണ്ടിപ്പരിപ്പും മാത്രം എടുക്കുക. ഒട്ടും തന്നെ പാലെടുക്കണ്ട, അല്ലാതെ തന്നെ നമ്മൾ മിക്സിയുടെ ജാറിൽ ചേർത്തിട്ട് ഇതൊന്ന് അരച്ചെടുക്കാൻ പോവാണ്. അപ്പോൾ എടുക്കുമ്പോൾ ചെറിയ ജാർ എടുക്കാൻ നോക്കുക. അപ്പോൾ നമ്മൾ അങ്ങനെ എല്ലാം മിക്സിയുടെ ജാറിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇനി ഇത് നല്ല പേസ്റ്റ് മാതിരി ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. കാണാൻ തന്നെ നല്ല ഭംഗിയാണ്, കണ്ടോ, നല്ല കളർഫുള്ളായിട്ട് നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ കൂടെ വേണ്ടത് ചൗവരിയാണ്. അപ്പോൾ ഞാനതൊരു 1/2 കപ്പ് ചൗവരി നന്നായിട്ട് കഴുകി 1 മണിക്കൂർ കുതിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ചെയ്ത് തുടങ്ങാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ എടുക്കുന്നത് ഒരു പാനിലേക്ക് 3/4 ലിറ്റർ പാലാണ്, 3 കപ്പ് പാലുണ്ടാവും. അപ്പോൾ അതിനകത്തോട്ട് നമുക്കിനി നമ്മൾ കുതിർത്തി വെച്ചിട്ടുള്ള ചൗവരിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഈ ക്യാരറ്റിൻ്റെ പായസം എന്ന് പറയുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള പായസമാണ്. മുമ്പ് ഞാൻ ഒരുപാട് ക്യാരറ്റിൻ്റെ പായസം ഇട്ടിട്ടുണ്ട്. ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ ഈ പായസത്തിന് ഉണ്ടാവുക. അപ്പോൾ ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഒരു 10-15 മിനിറ്റ് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. തിളച്ച് വരുന്ന സമയത്ത് തീയൊന്ന് കുറച്ച് കൊടുക്കുക. അതേപോലെ തന്നെ സൈഡിലൊക്കെ ഇങ്ങനെ പറ്റി പിടിക്കുന്ന പാലൊക്കെ നന്നായിട്ട് ഇളക്കിയിട്ട് കൊടുക്കണം. അപ്പോഴാണ് പാലിന് നല്ലൊരു ടേസ്റ്റൊക്കെ വരിക. പിന്നെ നമ്മളിത് ആദ്യമേ പഞ്ചസാര ചേർക്കില്ല കേട്ടോ. ചൗവരി നമുക്ക് വേവിച്ചതിന് ശേഷം മാത്രമേ പഞ്ചസാര ചേർക്കുകയുള്ളൂ. അപ്പോൾ ചൗവരി വെന്തതിന് ശേഷം നമ്മൾ ഇതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ചേർക്കുന്നുണ്ട്. ഈ ക്യാരറ്റിൻ്റെ പായസം ഉണ്ടാക്കുന്ന സമയത്ത് കണ്ടൻസ് മിൽക്ക് ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇനി നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം വേവിച്ച് വെച്ചിട്ടുള്ള ക്യാരറ്റ് മുഴുവനായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ നേരത്തെ ക്യാരറ്റ് വേവിച്ച് വെച്ചിട്ടുള്ള പാലൊന്നും നമ്മൾ എടുത്ത് മാറ്റി കളഞ്ഞിട്ടൊന്നുമില്ല, അത് വേറെ തന്നെ എടുത്ത് വെച്ചിട്ടുണ്ട്. ലാസ്റ്റ് നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. കട്ടയൊന്നും ഇല്ലാതെ നല്ല പോലെ നമ്മളൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. നല്ലൊരു മണമാണ് കേട്ടോ ഈ ക്യാരറ്റ് ഇങ്ങനെ ചേർത്ത് ഇങ്ങനെ മിക്സ് ചെയ്യുന്ന സമയത്ത്. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ആ മിക്സിയുടെ ജാറിലേക്ക് ഞാനൊരു ഇത്തിരി വെള്ളം ഒഴിച്ചിട്ട് അതും കൂടെ ഒഴിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ക്യാരറ്റ് വേവിച്ചിട്ടുള്ള പാല് ബാക്കിയുണ്ടല്ലോ, അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊരു 5 മിനിറ്റും കൂടെ ഇതൊന്ന് വേവിച്ചെടുക്കാം. ക്യാരറ്റ് നന്നായിട്ട് പാലിൽ മിക്സായി കുറച്ചും കൂടെ ഒന്ന് വെന്ത് ആ ഒരു മണമൊക്കെ മാറി വരുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഏകദേശം ഒരു 5-6 മിനിറ്റൊക്കെ മതി, അപ്പോഴേക്കും ഇത് റെഡി ആയിക്കോളും. ഏറ്റവും അവസാനമായിട്ട് പിന്നെ നമ്മൾ ചേർക്കുന്നത് ഏലക്കപ്പൊടിയാണ്. അപ്പോൾ ഞാനിവിടെ 1/2 ടീസ്പൂൺ ഏലക്കപ്പൊടി ചേർക്കുന്നുണ്ട്. ഏലക്കപ്പൊടി ഇല്ലെങ്കിൽ 3-4 ഏലക്ക കുത്തിയിട്ടാലും മതി. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഇതിൻ്റെ ആ ഒരു പായസത്തിൻ്റെ ആ തിക്നെസ്സൊക്കെ കറക്റ്റാണ് കേട്ടോ. പിന്നെ ചൂടാറുന്ന സമയത്ത് കുറച്ചും കൂടി ഒന്ന് തിക്കാവും. അപ്പോൾ നിങ്ങൾ ആദ്യമേ പാൽ ഒഴിക്കുന്ന സമയത്തും കുറച്ച് വെള്ളം ഒഴിക്കുന്ന സമയത്തൊക്കെ ഒന്ന് വേണമെങ്കിൽ നോക്കിയിട്ട് ചേർത്താൽ മതി. ഏകദേശം ഞാൻ പറഞ്ഞ അളവിലൊക്കെ കറക്റ്റായിരിക്കും ചേർത്ത് കഴിഞ്ഞാൽ. ഏറ്റവും അവസാനമായിട്ട് നമുക്ക് കുറച്ച് ബദാമും പിസ്തയൊക്കെ കട്ട് ചെയ്ത് ഇട്ടിട്ട് സെർവ് ചെയ്യാം. ഇതിൽ നമ്മൾ നെയ്യിലൊന്നും വറുത്തിടേണ്ട ആവശ്യമില്ല, അല്ലാതെ തന്നെ ചേർത്താൽ മതി. നല്ല ടേസ്റ്റാണ്. ഇത് തണുപ്പിച്ചിട്ട് കുടിക്കാനും ചൂടോടെ കുടിക്കാനും അടിപൊളിയാണ്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് റെസിപ്പി ഇഷ്ടമാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ല് ക്ലിക്ക് ചെയ്തിട്ട് ഓൾറെഡി ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ വീഡിയോസ് വരുമ്പോൾ കിട്ടുള്ളൂ. പിന്നെ എല്ലാവരും ഫീഡ്ബാക്ക് അറിയിക്കുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്